കഷായം പറഞ്ഞുതരാം. കഷായ കൂട്ട് പറയണമെങ്കിൽ കുറച്ച് സമയമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ബ്രോ പനി എന്ന് പറയുന്നുണ്ട്, ബ്രോ പനിയാന്ന് പറയുന്നുണ്ട് കേട്ടോ വെറൈറ്റി ഫാമിലി. കഷായക്കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുക്ക് കാപ്പിയാണ്. അത് ചുക്ക് കാപ്പിയല്ല, ആടലോടകത്തിൻ്റെ ഇല അറിയും? ആടലോടകത്തിൻ്റെ ഇല അതൊരു 20 എണ്ണം എടുക്കണം. വേണേൽ ഒരു ബുക്ക് എടുത്ത് ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കൊല്ലത്തേക്കല്ല, 1.5 കൊല്ലത്തേക്ക് പനിയും വരത്തില്ല, പനിക്കാരടുത്തുകൂടെ പോയാലും ഒന്നും വരത്തില്ല. തൊണ്ടവേദന, തലവേദന, രാത്രി കുളിര് വരും. ഇവിടെ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കഷായം നിങ്ങൾ രണ്ടുപേരും കേട്ടോണം. ആടലോടകത്തിൻ്റെ ഇല, പിന്നെ കരിനുച്ചി എന്നും പറഞ്ഞൊരു വയലറ്റ് കളറ് ഇലയുണ്ട്. അത് കഫം ഫുള്ള് പറഞ്ഞു പോകുന്ന കരിനുച്ചി, ഒരു കനം കുറഞ്ഞ വയലറ്റ് കളർ ഇലയാണ്. അപ്പോൾ ആടലോടകത്തിൻ്റെ ഇല ആ, അതെന്നാ ചെയ്യുക ഞാൻ പറഞ്ഞുതരാം. ആടലോടകത്തിൻ്റെ ഇലയും കരിനുച്ചിയുടെ ഇല, പിന്നെ തുളസി ഇല, ഈ മല്ലി ഉണ്ടല്ലോ, മല്ലിപ്പൊടിയല്ല, നമ്മുടെ അല്ലാത്ത മല്ലി, ആ മല്ലി ഒരു കുറച്ച് മല്ലി എടുക്കുക. ഒരു 10-20 ആടലോടകത്തിൻ്റെ ഇല എടുക്കുക. ഒരു 10 ഈ പറയുന്ന കരിനുച്ചി എന്ന് പറയുന്നത്, അത് എല്ലായിടത്തും കിട്ടത്തില്ല, ആരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞിരിക്കും, കരിനുച്ചി വയലറ്റ് കളർ. ആ ഇലയെല്ലാം കൂടെ എടുത്തിട്ട് ആ ഇല വേണം. പിന്നെ കുരുമുളക്, കുരുമുളക് പൊടിയല്ല, നമ്മുടെ അല്ലാത്ത ഉണങ്ങി കുരുമുളക്. ആ കുരുമുളക്, ഒരു കഷ്ണം ചുക്ക്, ഒരു 2 അല്ലി ചുമന്നുള്ളി, കേട്ടോണം, ചുവന്നുള്ളി, പിന്നെ കുറച്ച് തുളസി ഇല, പിന്നെ ഒരു 250 ഗ്രാം കരിപ്പെട്ടി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആടലോടകത്തിന് അന്യായ കയ്പാണ്. ഈ കയ്പ് മാറാൻ 250, ഒരു 400 ഗ്രാമിൻ്റെ പാക്കറ്റ് കിട്ടില്ല റൗണ്ട്, അതിൻ്റെ ഒരു 250 ഗ്രാം എടുത്ത് ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം എടുക്കണം. എടുത്ത് അതിനകത്ത് ഈ സാധനം എല്ലാം കൂടെ ഇലയെല്ലാം കൂടെ പിച്ചി പറിച്ച് ഇടണം. ഇട്ടിട്ട് ആ 1.5 ലിറ്റർ 1 ലിറ്റർ ആവുന്നിടം വരെ പറ്റിച്ചെടുക്കണം. പറ്റിച്ചെടുത്തിട്ട് നീ ഇത് കുടിക്കും. രാവിലെയും കുടിക്കണം, വൈകുന്നേരവും കുടിക്കണം. നിന്റെ ചുമ പിടിച്ചു നിർത്തും. പനിയും ജലദോഷവും പിന്നെ ഈ കരിനുച്ചി ഇലയും കൂടി ചെല്ലുമ്പോഴത്തേന് ഈ കഫം എല്ലാം പറഞ്ഞ് ദൂരെ പോകും. പിന്നെ ഒരു കൊല്ലത്തേക്ക് നിനക്ക് പനിയും വരത്തില്ല, ഒന്നും വരത്തില്ല. ധൈര്യമായിട്ട് ചെയ്തു പോകും. ഇതുപോലെ അടിപൊളി സാധനം വേറെ ഒന്നുമില്ല. പനി മാറാനുള്ള ഏറ്റവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം.